പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഉറപ്പ് മോദിയുടെ ഉറപ്പാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള തീരുമാനം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ഉറപ്പുകൾ പാലിക്കാൻ മോദിക്ക് സാധിച്ചിരിക്കുന്നു. साथियों, बीते 10 वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं। हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए। ये सफलता कैसे मिली? मोदी युडे गारंटी। हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया। ये क्यों हुआ? मोदी युडे गारंटी। हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया। ये कैसे बने? मोदी युडे गारंटी। हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की। ये किसे संभव बनाया? मोदी युडे गारंटी। हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले। ये सफलता कैसे मिली? मोदी युडे गारंटी। हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए। ये कैसे संभव हुआ? मोदी युडे गारंटी। हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया। इसे किसे संभव बना दिया? मोदी युडे गारंटी। हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला। ये कैसे संभव हुआ? मोदी युडे गारंटी। मोदी युडे गारंटी। हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया। ये वायदा कैसे पूरा हुआ? मोदी युडे गारंटी। मेरे परिवारजनों, आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं। इसलिए आने वाले समय में हमारी माताओं, बहनों, बेटियों के लिए अवसर ही अवसर आने वाले हैं। अब 15,000 महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे, क्योंकि आपके पास है मोदी युडे गारंटी। अब देश में 2 करोड़ महिलाएं लखपति दीदी बनाई जाएगी। ये कैसे होगा? मोदी युडे गारंटी। पीएम विश्वकर्मा योजना से महिलाओं को पैसे और ट्रेनिंग मिलेगी, क्योंकि आपके पास है मोदी युडे गारंटी। पीएम स्वनिधि योजना से रेहड़ी फुटपाथ पर दुकान लगाने वाली महिलाओं को मदद मिलेगी, क्योंकि आपके पास है मोदी युडे गारंटी। बेटियों को स्पोर्ट्स में आगे बढ़ाया जाएगा, क्योंकि आपके पास है मोदी युडे गारंटी। आपको 5 लाख रुपए तक मुफ्त इलाज मिलता रहेगा, क्योंकि आपके पास है मोदी युडे गारंटी। आपको सस्ती रसोई गैस मिलती रहेगी, क्योंकि आपके पास है मोदी युडे गारंटी। पीएम आवास योजना के घर आपके नाम रजिस्टर होते रहेंगे, क्योंकि आपके पास है മോദി യുടെ ഗ്യാരണ്ടി. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ, നിരവധി നടപടികൾ കൈക്കൊണ്ടു. 10 കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി. എങ്ങനെ ഇത് സാധ്യമായി? മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഉറപ്പ്. 11 കോടി കുടുംബങ്ങൾക്ക്, 11 കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെയുള്ള കണക്ഷൻ, പൈപ്പ് വെള്ളം നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 12 കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി.
₹1 വിലക്ക് സുവിധ സാനിറ്ററി പാഡുകൾ നൽകി അതിനുള്ള പദ്ധതി തുടങ്ങി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ 60 ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 30 കോടിയിലധികം ആളുകൾക്ക് മുദ്രാ വായ്പകൾ നൽകി. മഹിളാ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവാവധി 26 ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചു. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അതിനുള്ള വഴിയുണ്ടാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ലോക്സഭ നിയമസഭകളിൽ സംവരണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം, ആ സംവരണം പ്രാവർത്തികമാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. എൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്ന് വികസിത ഭാരതത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിൽ ആ സ്ത്രീ ശക്തി ഒരു സുപ്രധാനമായിട്ടുള്ള ശക്തിയായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് അവസരങ്ങളുടെ കലവറ തുറന്നിരിക്കുകയാണ്. 15,000 സ്ത്രീകളുടെ സ്വയം സഹായ സമൂഹങ്ങൾക്ക്, SHGകൾക്ക് ഡ്രോൺ കിട്ടും. എന്താ ഉറപ്പ്? കാരണം മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് അക്കാര്യത്തിൽ. 2 കോടി സ്ത്രീകൾ, ഈ രാജ്യത്തെ സ്ത്രീകൾ ലക്ഷാധിപതികളാകും. എങ്ങനെ സാധിക്കും? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് അവർക്ക് പരിശീലനം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ തെരുവോര കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്ക് സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് കായിക മേഖലയിൽ അവർക്ക് വീണ്ടും മുന്നോട്ട് പോകാം. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. 5 ലക്ഷം രൂപ വരെ സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ചുരുങ്ങിയ വിലക്ക് പാചകവാതകം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എല്ലാവർക്കും വീട് ലഭിക്കാനുള്ള പദ്ധതി. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, केरला की अनेक माताओं की संतानें दुनिया भर में काम कर रही है, पढ़ाई के लिए गई हुई है. आप देख रहे हैं कि बीते वर्षों में दुनिया में कैसे कैसे संकट आए हैं. कोरोना हो, सूडान का संकट हो, यूक्रेन का संकट हो, गाजा का संकट हो, बड़े बड़े संकट हमने देखे हैं. कितना ही बड़ा संकट क्यों ना हो, बीजेपी सरकार ने अपने लोगों को सुरक्षित बाहर निकाला है. जब केरला की नर्सेस इराक में फंसी थी तो बीजेपी सरकार थी जो उन्हें सुरक्षित बाहर निकालकर केरला वापस लाई. कल्पना कीजिए कि अगर दिल्ली में लेफ्ट कांग्रेस की कमजोर सरकार होती तो हमारी इन बेटियों का क्या होता. ये मोदी की गारंटी है कि दुनिया में कहीं भी संकट चाहे कितना भी बड़ा क्यों ना हो, हर भारतीय की सुरक्षा की जाएगी. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരളത്തിലെ അമ്മമാരുടെ നിരവധി പുത്രന്മാർ, അവരുടെ കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി തേടി
വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം നിരവധി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അത് കൊറോണയാകട്ടെ, സുഡാനിലെ സംഘർഷമാകട്ടെ, യുക്രൈനിലെ സംഘർഷമാകട്ടെ, ഗാസയിലെ സംഘർഷമാകട്ടെ, അങ്ങനെയുള്ള നിരവധി സംഘർഷങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലെ നഴ്സുമാരായിട്ടുള്ള സഹോദരിമാർ ഇറാഖിൽ കുടുങ്ങിപ്പോയപ്പോൾ അന്ന് അവരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കേന്ദ്രത്തിൽ ആ കാലത്ത് ഭരണം നടത്തിയിരുന്നത് ഇടതുപക്ഷ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദുർബല സർക്കാരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്ന് ലോകത്തിൽ എവിടെയാണെങ്കിലും, ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും, എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അവരെ എല്ലാവരെയും സുരക്ഷിതമായി ഈ നാട്ടിലെത്തിക്കാൻ കഴിയും. കാരണം ആ കാര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സുരക്ഷിതമായിട്ട് എത്തിക്കും എന്ന്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, केरला में लंबे समय से लेफ्ट और कांग्रेस पक्ष और विपक्ष का ढोंग रचते रहे हैं, जबकि ये हमेशा से एक ही थे। ये सिर्फ नाम के लिए दो पार्टियां हैं। केरला में करप्शन हो, क्राइम हो या परिवारवाद, ये दोनों सब कुछ मिलकर के करते हैं। अब इंडी गठबंधन बनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है। अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है तो वो बीजेपी है, एनडीए है। लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരളത്തിൽ ഏറെക്കാലമായി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും രണ്ട് മുന്നണികൾ ഭരണത്തിലും പ്രതിപക്ഷത്തും ഇരുന്നുകൊണ്ട് വഞ്ചനയുടെ നാടകം കളിക്കുകയാണ്. അവര് എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു. പേരിൽ മാത്രം അവർ പ്രത്യേകം പാർട്ടികളായിട്ട് അവർ നിലനിൽക്കുന്നു എന്ന് മാത്രം. കേരളത്തിലെ അഴിമതിയാണെങ്കിലും, അക്രമമാണെങ്കിലും, കുടുംബാധിപത്യമാണെങ്കിലും ഇവരെല്ലാവരും, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവര് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ. ആ ആശയങ്ങളും അവരുടെ നയങ്ങളും അത് രണ്ടും ഒരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് കേരളത്തിലും ഈ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, केंद्र की बीजेपी सरकार का मंत्र राज्य के विकास से देश के विकास का है। आज देश में चौड़ी सड़कें बन रही हैं, आधुनिक रेलवे, आधुनिक एयरपोर्ट बन रहे हैं,
लेकिन इंडी गठबंधन की सरकार सिर्फ और सिर्फ मोदी विरोध के कारण यहां काम होने नहीं देती। इंडी गठबंधन यहां केरला में लूट की खुली छूट चाहता है। यहां गोल्ड की स्मगलिंग को लेकर जो खेल चलता है, जिन दफ्तरों से चलता है, वो किसी से छिपा नहीं है। ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए, यहां के इंफ्रास्ट्रक्चर के लिए जो फंड देती है उसके बारे में पूछताछ ही न हो। इसलिए ये केंद्र की हर योजना पर अड़ंगे लगाते हैं। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യത്തിന്റെ വികസനം ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ്. നാട്ടിൽ ഇന്ന് വിശാലമായിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കുന്നു, ആധുനിക റെയിൽവേ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു, പുതിയ വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ, ആ സർക്കാർ മോദി വിരോധത്തിന്റെ പേരിൽ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ കൊള്ള നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത്. ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നത് എന്ന്